ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷിബുരാജാണ്. ഷിബുരാജ് പന്തി മാഗസിൻ്റെ എഡിറ്ററാണ്. പന്തി മാഗസിൻ സ്വന്തമായി തുടങ്ങിയ ഒരാളാണ്. ബൈലിംഗ്വലായിട്ട് ഒരു ഓൺലൈൻ മാഗസിൻ, ഒരു വെബ് മാഗസിൻ നടത്തിക്കൊണ്ടു പോകുന്ന ഒരാൾ. വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഷിബു. താങ്ക് യു. എങ്ങനെയാണ് ഷിബു ഒരു മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വരുന്നത്? ജേർണലിസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 സംവാദം എന്നുള്ളൊരു മാസിക പ്രസിദ്ധീകരിച്ചു, കോഴിക്കോട് തന്നെ. അന്ന് ജേർണലിസം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ്. പക്ഷെ അതിന് ആ കാലത്ത് വളരെ നല്ലൊരു റെസ്പോൺസാണ് പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയത്. പക്ഷേ സാമ്പത്തികമായിട്ട് അതിന് മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ ഒരു 2 വർഷത്തോളം നടത്തിക്കൊണ്ടതിന് ശേഷം ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് അതിൻ്റെ മുഴുവൻ ചാർജും അല്ലെങ്കിൽ മുഴുവൻ വർക്കുകളും ചെയ്തത് MP രാധാകൃഷ്ണൻ മാഷായിരുന്നു. മാഷ് നേരത്തെ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എഡിറ്ററായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാൽഡീവ്സിലേക്ക് പോകായിരുന്നു. അപ്പം അതിനുശേഷം രാധാകൃഷ്ണൻ മാഷ് പിന്നെയും ഒരു 1.5 വർഷക്കാലം അത് കൊണ്ടു നടന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അതൊരു പൊളിറ്റിക്കൽ, കൾച്ചറൽ, അതും കൂടുതലും ലോകത്തിൻ്റെ പല ഭാഗത്ത് നടക്കുന്ന പുതിയ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കുറേ ട്രാൻസ്ലേഷൻസ് ഒക്കെ അന്ന് ചെയ്തിരുന്നു. അതിൻ്റെ കവറും ഡിസൈനും ആ കാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പം ഇന്ന് ഈ ഡിസൈനിൽ വളരെ പ്രശസ്തനായ സൈനുൽ ആബിദായിരുന്നു. അന്ന് സൈനുൽ ആബിദ് എന്ന് കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു, ഡിസൈനിങ് പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആബിദായിരുന്നു അതിൻ്റെ ഡിസൈൻ. പിന്നെ അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കവർ, വളരെ പരുപരത്തൊരു കവറൊക്കെ ആയിരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ചട്ടയും അതിൻ്റെ ഉള്ളടക്കം മാത്രമല്ല, അതിൻ്റെ രൂപകൽപ്പനയും അന്ന് ഏറെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയും പല എഴുത്തുകാരും അന്ന് വളരെ നല്ല ഉള്ളടക്കങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറഞ്ഞത് വിതരണവും അതേപോലെ തന്നെ അതിൻ്റെ സാമ്പത്തികമായൊരു നില മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അത് എക്കാലത്തെയും പ്രതിസന്ധിയാണ്, അന്നും അത് തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്നൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ആളുകൾ വളരെ കുറച്ചും കൂടി വാമത്തോടു കൂടി ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പലപ്പോഴും അത് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായമാണെന്നില്ല, പക്ഷെ ഒരുപാട് ഇന്നും എനിക്ക് സംവാദത്തിന്റെ കോപ്പികൾ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ അറിയാം. അപൂർവമായി ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുമ്പോഴോ പഴയ കാര്യങ്ങൾ പറയുമ്പോഴോ സംവാദം കണ്ടിരുന്നു, അന്ന് ഒരു പക്ഷെ വായനക്കാരെ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പലരും അതിപ്പം വളരെ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഇന്നിപ്പോ നോക്കുമ്പോൾ അത് ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സംവാദം ശരിക്ക് ഇപ്പോഴും സമാന്തര മാഗസിനുകളെ കുറിച്ച് എന്തെങ്കിലും വർത്തമാനം വരുന്ന സമയത്ത് വരുന്ന ഒരു പേരാണ് സംവാദം. അതിന്റെ പ്രാധാന്യമുണ്ട്. അതൊരു നിന്നുപോയി എന്നുള്ളത് പരിമിതികൾ. പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ഈ പന്തി എന്നുള്ളൊരു മാഗസിനിലേക്ക്? പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജേർണലിസം എന്നുള്ളതിലേക്ക് വരുന്നത്. 2015 ശേഷമാണ് സമാന്തര മാസികകളിൽ പാഠഭേദം അതുപോലെ തന്നെയുള്ള ചില മാസികകളിലൊക്കെ എഴുതുന്നത്. അതും വളരെ അപൂർവമായിട്ട്. പിന്നെ കോവിഡ് സമയത്ത്, അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സ്ഥാപനത്തിലൊന്നും ജോലി ചെയ്യാതെ ചില ചെറിയ പുസ്തക പ്രസിദ്ധീകരണവും കൃഷി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കായിരുന്നു. അപ്പോഴാണ് കേരളീയം പ്രിന്റിൽ നിന്നും വെബിലേക്ക് മാറുന്നത്. അപ്പം അങ്ങനെ വെബ്സൈറ്റിലേക്ക് അസിസ്റ്റന്റ് എഡിറ്ററായിട്ട് എന്നോട് ജോയിൻ ചെയ്യാൻ അവർ പറയുക. അങ്ങനെ അവിടെ ഒരു 1.5 വർഷത്തോളം പൂർണ്ണ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്തു. അത് കേരളീയം എനിക്ക് എന്നെ സംബന്ധിച്ച വലിയൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. ഒരു വെബ് പ്ലാറ്റ്ഫോമിൽ, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അത് അപ്പം കൂടുതൽ സജീവമായിട്ട് കൂടുതൽ ഇൻ്റർവ്യൂസ് ചെയ്യാനും കുറച്ചും കൂടി ഈ ഒരു പുതിയ കാലത്ത് മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ അത് സ്വാഭാവികമായിട്ട് എനിക്ക് എൻ്റെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാനത് മുഴുവൻ സമയ ജോലി എന്നുള്ളത് മാറ്റിവെച്ച് ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ മാറുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷമാണ് പന്തി തുടങ്ങുന്നത്. പന്തി കഴിഞ്ഞ വർഷം 2025 ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബൈലിംഗ്വലായിട്ട് ഇംഗ്ലീഷും മലയാളവും എന്നുള്ള രീതിയിൽ. അപ്പം അന്ന് നമുക്ക് അതിനുള്ളൊരു പ്രചോദനം തോന്നിയത് കുറച്ചും കൂടി ഒരു സമാന്തര പ്രസിദ്ധീകരണം എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക ഏരിയ ഫോക്കസ് ചെയ്തൊന്ന് ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാതെ ചെയ്യണം എന്നുള്ളൊരു ആലോചനയുടെ പുറത്തും, പിന്നെ ഇന്നിപ്പം ഒരുപക്ഷെ സമാന്തരം നമ്മൾ വിളിക്കുന്ന മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാ മാധ്യമങ്ങളുടെയും ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് പക്ഷെ പല വാർത്തകളുടെയും അല്ലെങ്കിൽ പല ലേഖനങ്ങളുടെയോ അല്ലെങ്കിൽ ഒക്കെ കൂടെ വരുന്നൊരു സാധനം. പക്ഷെ നമുക്കതൊരു ക്രോഡീകരിച്ച് അല്ലെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഏരിയയിൽ വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു സബാൾട്ടൻ പൊളിറ്റിക്സ്ന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിളിക്കാം എന്നൊരു പേരിന് വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രെയിം ചെയ്യുകയല്ല, പക്ഷെ അങ്ങനെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാന്നുള്ള ആലോചനയോട് കൂടിയിട്ടാണ് പന്തി
ഉം. കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത്. വളരെ ചെറിയ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് മാത്രമാണ് നമ്മളുള്ളത്. അതിന് വലിയൊരു വിപുലമായ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. ഉം. പക്ഷെ പരിമിതമായ വിഭവ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഇപ്പം യൂട്യൂബ് കഴിഞ്ഞ മാസം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഉം. ഒരു വിഷ്വൽ മീഡിയയും കൂടി അതിൻ്റെ കൂടെ ചെയ്യാമെന്നുള്ള ആലോചനയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ രംഗത്ത് ഈ സബാൾട്ടൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം പേരെ അത് അഭിമുഖത്തിലൂടെയും അല്ലാതെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിനൊരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം ശരിക്കും പന്തിക്കുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പാരലൽ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ സമാന്തര മാധ്യമങ്ങളുടെ ഒരു ഇന്നത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രിന്റ് മീഡിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലമാണ്. പ്രിന്റ് മീഡിയയുടെ പ്രാധാന്യം തിരിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ മീഡിയയ്ക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലമാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഈ പന്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് അതിന്? മാധ്യമരംഗം അത് എന്തായാലും അത് ഓരോ കാലത്തും അതിനകത്ത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ടെലിവിഷൻ ജേർണലിസം, പ്രിന്റിൽ നിന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ജേർണലിസം വരുന്നു, പിന്നെ വെബ്സൈറ്റുകൾ വരുന്നു, ഇൻ്റർനെറ്റ് വളരെ വ്യാപകമാകുന്നു, സോഷ്യൽ മീഡിയ വരുന്നു. അപ്പം മാധ്യമലോകം എന്നും അത് മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് അത് പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഏറ്റവും പുതിയ ഒരു രംഗം എന്ന് പറയുന്ന വെബ്സൈറ്റുകൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയകൾക്കായിക്കോട്ടെ, അതും അനുദിനം പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു ചാലഞ്ചിങ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് വെല്ലുവിളികൾ ഉണ്ടാവുമ്പം തന്നെ ഇതിനെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ സംഭവം നിലനിർത്തുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായിരിക്കും ഒരു പക്ഷേ ഈ വെല്ലുവിളികളെ മറികടക്കാൻ നമുക്കുള്ള ഏറ്റവും വലിയൊരു ഊർജം തോന്നുന്നു. ആ ഊർജത്തിന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വിഷയങ്ങൾ, ഒരു പക്ഷേ അത് ആരും സംസാരിക്കാത്ത വിഷയങ്ങളാവണമെന്നില്ല, പക്ഷെ ആ വിഷയങ്ങൾ നമുക്ക് വ്യക്തതയോടുകൂടി അല്ലെങ്കിൽ അതിനോട് ധാർമ്മികമായൊരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം നമുക്ക് അടയാളപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ള ഇതായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഇതിലൂടെ ചെയ്യാൻ. പന്തി മാത്രമല്ല, മറ്റ് ഇതുപോലെയുള്ള ഇപ്പം മറുവാക്കാണെങ്കിലും മറ്റതുപോലെ എല്ലാ സമാന്തര മാധ്യമങ്ങളിൽ നിന്ന് വിളിക്കാവുന്ന എല്ലാ സ്പേസുകളും ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കും ഒരു പക്ഷേ ഫാസിസം അതിൻ്റെ എല്ലാ രൂപവും കൈവന്നിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ഇപ്പോൾ പ്രിന്റ് മീഡിയയൊക്കെ നമുക്കറിയാം. പ്രിന്റ് മീഡിയയിലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോൾ അത് വലിയ ഇപ്പോൾ പോസ്റ്റൽ നിയന്ത്രണം കൊണ്ടുവരുന്നു. അങ്ങനെ ധാരാളം അതിൻ്റെ രജിസ്ട്രേഷനായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നൂലാമാലകൾ കൊണ്ടുവരുന്നു. ഏത് രീതിയിൽ ഒരു മീഡിയ ഇല്ലാതെയാക്കാം എന്നുള്ള, അപ്പോൾ പ്രിന്റ് മാഗസിനുകളെ അല്ലെങ്കിൽ പ്രിന്റ് മീഡിയയെ ഏത് രീതിയിൽ ഇല്ലാതാക്കാം എന്നുള്ള രീതിയിലുള്ള ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ മാധ്യമങ്ങൾ പൂച്ചുവിലങ്ങടപ്പെടുന്ന ഒരു കാലത്ത് ഉള്ള മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് ആ ഒരു രീതിയിൽ അതിനെ എത്രമാത്രം ബാധിക്കുന്നുണ്ട്? ഇപ്പോൾ പന്തി എത്രമാത്രം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് മാധ്യമങ്ങളെ എത്രമാത്രം അത് ബാധിക്കുന്നുണ്ട്? എങ്ങനെയാണ് അതിനെ? എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് അത് കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ അധികാരം ഇന്ത്യയിൽ കയ്യേറുന്ന മുതലാണ് മാധ്യമ ലോകം വേറെ രീതി, അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്ന് വളരെ കൂടുതൽ ആവർത്തിച്ച് പറയാൻ കാരണം ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഈ ലെഗസി മീഡിയയുടെ സ്വഭാവത്തിൽ വന്ന വലിയ മാറ്റം കൊണ്ടാണ്. അത് പൂർണ്ണമായും ഒരു ഭരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ പൂർണ്ണമായും അടിയറ വയ്ക്കുകയും ഒരു ഡൈവേഴ്സിറ്റി, ശബ്ദങ്ങളുടെ വ്യത്യസ്തത അതിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സമാന്തര മാധ്യമങ്ങളിൽ നമ്മളിന്ന് വിളിക്കുന്ന സ്പേസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചാലഞ്ചിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കൂടുതൽ സാധ്യതകൾ തുറന്നു വരുന്നുണ്ട്. എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടും പല എഡിറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുന്നു, ജേർണലിസ്റ്റുകളെ വല്ലാതെ അവർ ഫോളോ ചെയ്യുന്നു, ഇതൊക്കെ നിലനിൽക്കുമ്പോഴും പൂർണ്ണമായും ഇത്തരം ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഒന്നിന് തുടർച്ചയായി മറ്റൊന്ന് പിറവി കൊള്ളുന്ന സംഭവം നമുക്ക് ഇന്ത്യയിൽ മുഴുവൻ കാണാൻ കഴിയും, പ്രത്യേകിച്ച് പ്രാദേശിക ഭാഷകളിൽ. ഇംഗ്ലീഷിലും സ്വാഭാവികമായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് സാധ്യതകളും കൂടുതൽ തന്നെയാണ്.
കാര്യം ഒരു ഭാഗത്ത് അടിച്ചമർത്തൽ വരുമ്പം സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും. അതൊരിക്കലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനോ ഏകാധിപത്യത്തിനോ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത്. സാങ്കേതിക വിദ്യയുടെ ഒരു സഹായം മാത്രമല്ല അതിൻ്റെ അകത്തുള്ളത്, മനുഷ്യരുടെ തന്നെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും കൂടി പിന്തുണ മാധ്യമങ്ങൾക്ക് ഇതിനോട് കൂടി കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാര്യത്തിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, സമാന്തര മാധ്യമങ്ങൾക്ക് ഒരു സ്വാഭാവികമായും പരിമിതികളുണ്ട്. നമ്മൾ നേരത്തെ വിളിച്ചിരുന്ന ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് വിളിച്ചിരുന്ന മീഡിയയുടെ, അത് പ്രിന്റ് ആണെങ്കിലും ടെലിവിഷൻ ചാനലുകളാണെങ്കിലും അവർക്ക് എത്താവുന്നതിൻ്റെയും ഒരു റീച്ച് സാമൂഹ്യ അല്ലെങ്കിൽ നമുക്ക് ഒരു സമാന്തര മാധ്യമങ്ങൾക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതിനകത്ത് സംശയമുണ്ട്. ആ പരിമിതി അവിടെ നിലനിൽക്കെ തന്നെ പല ഭാഷകളിൽ പല സ്പേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ സമാന്തര മാധ്യമങ്ങൾ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത് കൊണ്ട് ആ ഒരു വിടവ് ഒരു പരിധിവരെ അത് മറികടക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ കൂടെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയും കൂടി കാണുന്നത്. വ്യക്തികളായിക്കോട്ടെ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിക്കോട്ടെ, ചെറിയ ചെറിയ സംഘടനകളുടെ വഴിയുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ബ്രാഞ്ച്. അത് ഫേസ്ബുക്കും അടക്കമുള്ള വലിയ, അതിനകത്ത് എന്തൊക്കെ അൽഗരിതം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതൊന്നും പൂർണ്ണമായും ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഇന്നും ഇല്ലാതായിട്ടില്ല. അതൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മെയിൻ സ്ട്രീം മീഡിയക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഒരു വർക്കുകളും, ഒരു ഉദാഹരണത്തിന് മാസങ്ങളെടുത്തുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, എനിക്ക് തോന്നുന്നില്ല പന്തിയെ പോലെയോ അല്ലെങ്കിൽ ഇപ്പം കേരളീയമോ അല്ലെങ്കിൽ ചെറിയ ഈവൻ ഇന്ത്യയിലുള്ള വലിയ വയറ് പോലത്തെ ഒക്കെ അവർക്ക് കുറേ ശ്രമിക്കുന്നുണ്ട്. ജേർണലിസ്റ്റുകളൊക്കെ ഒന്നിച്ചു ചേർന്നൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി അതിന് പരിമിതികളുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്ത് കഴിഞ്ഞാലും മാധ്യമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ്. അതിൻ്റെ അഭാവം സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇപ്പം ബാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ ഇപ്പം അറിയപ്പെടുന്ന ഇപ്പം NDTV വിട്ട ശേഷം രവീഷ് കുമാറിൻ്റെ ചാനൽ, രവീഷ് കുമാർ ഒഫീഷ്യൽ എന്നുള്ള യൂട്യൂബ് ചാനൽ വളരെ പോപ്പുലറാണ്. പക്ഷെ അദ്ദേഹത്തിനും ആ ചെറിയ ടീമിനെ ഉപയോഗിച്ച് ചെയ്യാവുന്ന പ്രൊഡക്ഷൻ വളരെ വളരെ പരിമിതികളുണ്ട്. ഒരു ദിവസം ഒരു സ്റ്റോറി അല്ലെങ്കിൽ 2 സ്റ്റോറികൾ ചെയ്യാൻ പറ്റും. അതും ലിമിറ്റഡ് ആയി സ്റ്റുഡിയോ ബേസ്ഡ് പോയുള്ള പ്രൊഡക്ഷൻസ് ആണ് കൂടുതലുള്ളത്. ഫീൽഡ് ബേസ്ഡ് പോയിട്ട് ചെയ്യാനൊക്കെ ഉള്ള പരിമിതികൾ. ആ പരിമിതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അവിടെ ആ ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസ് ഈ മെയിൻ സ്ട്രീം മീഡിയക്ക് തന്നെയാണ് അത് ഇപ്പോഴും കയ്യിലുള്ളത്. അപ്പം ആ പരിമിതി എന്തായാലും നമ്മുടെ ഒക്കെ വർക്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. നമുക്കറിയാം, ഇപ്പോൾ മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജനപക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ പിന്നെ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ശരിക്കും മാധ്യമങ്ങൾക്കുണ്ട്. ജനപക്ഷത്ത് നിൽക്കാനുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പല കാരണങ്ങളാൽ അത് നിന്ന് പിന്മാറി പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മാധ്യമപ്രവർത്തകരൊക്കെ, ഇപ്പോൾ R രാജഗോപാലിനെ പോലുള്ളവർ, അതുപോലെ പരഞ്ജോയ് ഗുഹ താക്കൂർത്ത, പിന്നെ സിദ്ധാർത്ഥ് സാർ, അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നിലയ്ക്ക് പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അവർ ഒരു പക്ഷേ അവരുടെ വലിയ ശേഷി എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് പിന്നെ അടിയറവ് വയ്ക്കാതെ അവർക്ക് അല്ലാതെ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. എങ്ങനെയാണ് ഞാൻ അതിനെ അങ്ങനെ കാണുന്നു? എങ്ങനെയാണ് അതിനെ കാണുന്നത്? പക്ഷെ അത് മാധ്യമം മാത്രമല്ല, ഏതൊരു സ്ഥാപനത്തിന് അത് ഒരു എൻറ്റിറ്റി എന്നുള്ള രീതിയിൽ അതിന് പരിമിതികൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു സ്ഥാപനത്തിൽ നമുക്ക് അവിടെ ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നത് വളരെ അപ്രായോഗികമായ കാര്യമാണ്. പരിമിതികൾ എല്ലാ കാലത്തും ഉണ്ടാവും. ഇപ്പം സിദ്ധാർത്ഥ് വാദരാജൻ ഹിന്ദുവിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ രവീഷ് കുമാർ NDTV വർക്ക് ചെയ്യുന്നതിലും കൂടുതൽ ഒരുപക്ഷെ അയാളുടെ വ്യക്തിപരമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനും മുൻകൈ എടുക്കാനും ആലോചിക്കാനും ഒക്കെയുള്ള സ്പേസ് സ്വന്തമായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിൻ്റെ അകത്ത് അങ്ങനെ പറയുമ്പോഴും മീഡിയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു എക്സ്റ്റൻഷൻ മാത്രമല്ലല്ലോ. അതിൻ്റെ അകത്തൊരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ട്. അതിൻ്റെ അകത്ത് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പണം കൊടുക്കുന്ന, അത് പ്രിന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതെ. അപ്പൊ അവരെ നമ്മൾ കാണുന്നില്ല. അവരതിന്റെ പിന്നിൽ അതിന് വേണ്ട എഫേർട്ട് ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഈ മാധ്യമത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സമാന്തര മാധ്യമത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനോടൊരു ചെറിയൊരു പ്രശ്നം തോന്നും. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീം മീഡിയ നേരത്തെ ചെയ്തിരുന്നത് അത് പൂർണ്ണമായും അങ്ങനെ ഒരു എന്താ പറയുക ഒരു രീതിയിലും ആർക്കും അടിയറ വെക്കാത്ത ഒരു
മാധ്യമമൊന്നും ഒരു കാലത്ത് നിന്നിട്ടായിട്ടില്ല. എല്ലാ കാലത്തും അവർ ചില രീതിയിലൊക്കെ കോംപ്രമൈസ്ഡ് ആണ്. പക്ഷേ ഒരു മാധ്യമം കോംപ്രമൈസ് ചെയ്യുമ്പോൾ മറ്റൊരു മാധ്യമം അവിടെ ഒരു മാധ്യമം ഒരു സ്റ്റോറി പുറത്തുവിടാതിരിക്കും, മറ്റൊരു മാധ്യമം അവിടെ പുറത്തുവിടാനുണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ആ ഡൈവേഴ്സിറ്റിയാണ് ഇന്ന് ഇല്ലാതിരിക്കുന്നത്. പക്ഷെ ഇവര് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് പോകുമ്പം സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നതിന് ചില മാനങ്ങൾ, പുതിയ മാനങ്ങൾ കൈവരുമ്പോഴും പക്ഷെ ടോട്ടൽ ഒരു സ്ഥാപനം എന്ന രീതിയിൽ ആ ഫങ്ഷനിങ്ങിൻ്റെ അകത്ത് എന്തായാലും പരിമിതികളുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ മെയിൻ സ്ട്രീം മീഡിയ എന്നുള്ളത് അനിവാര്യമെന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് സാമ്പത്തിക താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപക്ഷെ വ്യവസായികളായിരിക്കാം നടത്തിക്കൊണ്ടുപോകുന്നത്, അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിൻ്റെ ഇത്തരം പരിമിതികൾക്കിടയിലൊക്കെ തന്നെ അതൊക്കെ നിലനിൽക്കുമ്പോഴും അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഈ പറഞ്ഞ പോലത്തെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകൾ, ഇപ്പം പരഞ്ജോയ് ഗുഹ താക്കൂർത്തെ ആയിക്കോട്ടെ, അങ്ങനെ അതുപോലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയായിരുന്നു. അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന, സംസ്കരിക്കുന്ന ഒരു സ്വഭാവം ആ മെയിൻ സ്ട്രീം മീഡിയക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് തിരിച്ചു വരണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഒരു ചെറിയ ചെറിയ മാധ്യമങ്ങൾ ചെയ്യുന്നത് വർക്കിന്റെ പ്രാധാന്യം നിലനിൽക്കെ തന്നെ ഇതുപോലെയുള്ള മെയിൻ സ്ട്രീം മീഡിയകൾ കൂടി നിലനിൽക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതായിരിക്കും ആ ഒരു മൊത്തം ഡെമോക്രസിയുടെ അല്ലെങ്കിൽ ജനായത്ത സംവിധാനത്തിനകത്ത് പല ശബ്ദങ്ങൾ പല രീതിയിൽ എന്നുള്ളത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സർക്കാരാണെങ്കിൽ ഇപ്പം സർക്കാർ പരസ്യം കൊടുക്കുന്നില്ലേ, സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ പല ആനുകൂല്യങ്ങളും നേടിക്കൊണ്ട് തന്നെയാണ് മെയിൻ സ്ട്രീം മീഡിയ നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ട്. എന്നിട്ടും സർക്കാരിനെതിരെ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഭരണകൂടത്തെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളൊരു ഒരു ജോലി ഒരേ സമയത്ത് അതൊരു പ്രത്യേക രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. അത് അത്ര കോംപ്ലക്സ് ആണ്. അത് നമ്മൾ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ എങ്കിലും അവിടെ ഒരു മാധ്യമ ധർമ്മം നിലനിന്നിരുന്നു എന്ന് തന്നെയാണ്. ആ ധർമ്മം ആണ് 2014 ഇല്ലാതായിരിക്കുന്നത്. അതെ, അതില്ലാതായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ കാലം നേരിടുന്ന ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നിലവിലുള്ള ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ അതിൻ്റെ ഒരു ഗുണം എന്നുള്ളത് ഇപ്പോൾ കേരളീയത്തിൽ വരുന്ന ഒരു വെബിൽ വരുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത വളരെ പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റുകയും തുടർന്ന് അതിനെ അതാത് വെർണാക്കുലർ പ്രാദേശിക ഭാഷകളിലേക്ക് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് പക്ഷേ ഒരു നിലവിലുള്ള ഒരു പിന്നെ ഏത് സ്റ്റേറ്റിൽ നടക്കുന്ന ഏത് ഭാഷയിൽ വരുന്ന ചെറിയ വാർത്ത പോലും, അല്ലെങ്കിൽ ഇപ്പോൾ പന്തിയിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലിരുന്നും ഏത് ഭാഷയിലും വായിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് ഉള്ള ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലത്ത് അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് ആണ് ശരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഒരു ഗുണമായിട്ട് തോന്നുന്നു. പക്ഷെ അത് നിയന്ത്രിക്കപ്പെടാവുന്ന ഏത് സമയത്തും നിയന്ത്രിക്കപ്പെടാം എന്നുള്ളൊരു സാഹചര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ. നമുക്കറിയാം ഇപ്പോൾ അല്ലമീൻ ഇത്രയും വർഷം മുമ്പ് ഇറങ്ങിയിട്ടുള്ള അല്ലമീൻ്റെ ഒരു കോപ്പി നമുക്ക് ഇപ്പോഴും പോയാൽ കാണാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് നമുക്കറിയാം ഇപ്പോൾ തേജസ് എന്ന് പറയുന്ന പത്രം അടച്ചുപൂട്ടപ്പെട്ടു. തേജസിൻ്റെ ആ കാലത്ത് ഇറങ്ങിയിരുന്ന പത്രങ്ങളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ സാധനങ്ങളെല്ലാം ഇന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന തേജസിൻ്റെ ഓൺലൈൻ സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതല്ലാതെ അന്ന് ഇറങ്ങിയ അതൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻ്റ് അല്ലാത്തൊരു സാധനം, പ്രിൻ്റ് എവിടെയെങ്കിലും ഇപ്പോൾ 100 കോപ്പി ഇറങ്ങിയാലും 500 കോപ്പി ഇറങ്ങിയാലും 1000 കോപ്പി ഇറങ്ങിയാലും എവിടെയെങ്കിലും 1 or 2 ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സംവാദത്തിൻ്റെ കോപ്പികൾ ഇപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നവരുണ്ട്. അതുപോലെ 100 കൊല്ലം കഴിഞ്ഞാലും ഒരു പക്ഷേ സംവാദത്തിൻ്റെ കോപ്പികൾ സൂക്ഷിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഡിജിറ്റൽ സാധനങ്ങൾ ഒരു പക്ഷേ അത് ശരിയാണ്. പക്ഷെ അത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം മീഡിയ ഒരു പരിധി വരെ അതാത് സമയത്ത് വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യും, അതിനോടുള്ള പ്രതികരണങ്ങളും ആ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. പിന്നീടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ അനാലിസിസുകളാണ്. അതിൻ്റെ കുറച്ച് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലുകൾ. അപ്പോൾ അത് ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഭരണകൂട ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നമ്മളിങ്ങനെ ഒരു ആശങ്ക പറയുന്നത്. അല്ലെങ്കിൽ അതെനിക്ക് തോന്നുന്നത് ഒരു ഡിജിറ്റൽ ആർക്കൈവ് എന്ന രീതിയിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു സാധ്യത പറയാം. ഇപ്പം നമ്മൾ ഒരു ഡിജിറ്റൽ ആർക്കൈവ് ചെയ്ത മെറ്റീരിയൽ ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. നമ്മളുടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അത് ഡിസപ്പിയർ ആയാലും അതൊരു പക്ഷേ വ്യക്തികൾക്കത് ഇപ്പോഴും അവരുടെ സ്വകാര്യമായ രീതിയിൽ സൂക്ഷിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം പിന്നെ പ്രിന്റിന് എനിക്ക് വേറെ രീതിയിൽ ടെക്നിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി സേഫ് ആണത്.
കാര്യം നമുക്കൊരു പ്രിന്റ് സൂക്ഷിക്കുക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്, അതെ അത് അതെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, അത് കൃത്യമായി സൂക്ഷിക്കുക, അതിൻ്റെ ഉള്ള ഒരു പ്രവർത്തനത്തെക്കാളും ഉം. കുറച്ചും കൂടി എളുപ്പത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇത് എനിക്കൊരു വലിയൊരു പ്രശ്നമായി തോന്നില്ല. പക്ഷെ അതിനകത്ത് നമുക്കൊരു ഒരു നൊസ്റ്റാൾജിയ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് നമ്മുടെ പക്ഷെ ഡൗൺലോഡ് ചെയ്താലും ഒരു പക്ഷെ ഇപ്പോൾ ഒരു നമുക്കിപ്പോൾ ഒരു ഡൗൺലോഡ് ചെയ്ത് ശരി അല്ലാത്ത രീതിയിൽ വെക്കുകയാണെങ്കിൽ ശരി, അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ ലിങ്കുകൾ സൂക്ഷിക്കലോ അത്തരം സാധനങ്ങളൊന്നും പിന്നെ നമുക്ക് കഴിയാവുന്ന കാര്യമല്ലല്ലോ. അല്ല, അത് ശരിയാണ്. അത് ഇപ്പൊ ഒരു പക്ഷേ ഏത് ഇപ്പം പന്തി കൊണ്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ നമ്മൾ ഈ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയൊരു ഭീഷണി ഒന്നും ആകുന്നില്ല അവർ തിരിച്ചറിയുന്നുണ്ടാവും. ഉം, പക്ഷെ ഉം. പന്തി മാത്രമല്ല, ഇതുപോലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും നാളെ ചെയ്തിട്ടുണ്ട്. എന്ത് രീതിയും ഇപ്പൊ മാത്രമല്ല അവരുടെ ഒരു നിലനിൽപ്പ് അപകടമാകുമ്പോൾ ഉം, സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇന്ന് നിലനിൽക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം വിട്ടൊഴിയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഉം, കാര്യമാണ്. ഉം, ഉം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ഇവിടെ ഒരു പ്രത്യേക മൂവ്മെന്റ് മൊബിലൈസ് ചെയ്ത് വരുന്നു എന്നൊക്കെ ഒരു ഘട്ടമൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഉം. സ്പേസുകളൊക്കെ അവർ ഇന്റർനെറ്റുകൾ കട്ട് ചെയ്യലാണല്ലോ ഇപ്പോൾ പിന്നെ ലോകത്തൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പം എല്ലായിടത്തും നോർത്ത് ഈസ്റ്റിലും കാശ്മീരിലും ഒക്കെ നമ്മൾ മറ്റു പല കണ്ടു വരുന്നു. സ്ഥലങ്ങളിലും മറ്റു മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് കലാപം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും നേപ്പാളിലൊക്കെ ആദ്യം ചെയ്യും. ആദ്യം ചെയ്തത് ഇന്റർനെറ്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർനെറ്റ് ജനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഫസ്റ്റ് തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. ആ ഒരു ആശങ്ക ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതേ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ മലയാളത്തിൽ വന്നൊരു ആർട്ടിക്കിൾ അതെ ഒരാൾക്ക് വേണമെങ്കിൽ സാധ്യത. ഓൺലൈൻ അതേ സമയത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെ വായിക്കാം. അതെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഉം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അപ്പൊ തന്നെ അത് ഏത് ഭാഷയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പൊ ആ സാധ്യതകൾ നമുക്കതിൽ ആ സാധ്യതകളെ കുറച്ചും കൂടി പോസിറ്റീവായി ഉപയോഗിക്കുന്ന ഒരു ഉം. രീതിയാണ് ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഒരു സമാന്തര മാധ്യമങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉള്ള സാധ്യതകൾ എങ്ങനെ കൂടുതൽ ഫലവത്തായ ഉം. രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള അതെ, ആലോചനകളാണ് ഒരു കൂടുതൽ. നെറ്റ്വർക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് തോന്നുന്നു. ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ രീതിയിൽ ഒറ്റപ്പെട്ടും ഒക്കെ നിൽക്കുന്ന എല്ലാം തമ്മിലുള്ള ഒരു ഒരു കണക്ഷൻ എന്നുള്ളത് വളരെ പ്രധാനമാണ് തോന്നുന്നു. ഒരു ഒരു എന്താണ് ലിങ്ക് ചെയ്യുക, എല്ലാം തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയും നിലനിന്ന് പോവുകയും ചെയ്യുക എന്നുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായി വരികയോ ഒക്കെ ഒരു സാധ്യതയാണ് ശരിക്കും, അല്ലെങ്കിൽ അനിവാര്യതയാണത് ഈ കാലത്തിൻ്റെ എന്ന് തോന്നുന്നു. ഓൺലൈൻ മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ മാധ്യമങ്ങളുടെയും സമാന്തര മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ജേർണലിസം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. എന്തായാലും ആ ഒരു പരിമിതി എക്കാലത്ത് ഇതിനുണ്ടാവും. നമ്മൾ എന്ത് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു റെവല്യൂഷണറി കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ബേസിക്കലി ജേർണലിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഒരു ഉപരിപ്ലവത അതിനുണ്ട്. എന്തായി കഴിഞ്ഞാലും ഒരു 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 പരിധിയോളം നമ്മൾ അതിന് ഒരു പ്രതി കഴിഞ്ഞ് ഡെപ്തിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെയും ചില വീക്ഷണകോണുകളിൽ നിന്ന് മാറി ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്തതിൻ്റെയും പിന്നെ ഈ പറഞ്ഞ ഒരു ക്യാപിറ്റൽ സിസ്റ്റത്തിന്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. അത് സമാന്തര മാസികകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സമാന്തര പ്രസിദ്ധീകരണങ്ങൾ പറയുമ്പോൾ നമ്മളും അതിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ പരിമിതി സ്വാഭാവികമായിട്ട് അതിനുണ്ട്. പക്ഷെ അത് ലാഭം ഓറിയന്റഡ് അല്ലാതെ ആവുന്ന ഒരു തീർച്ചയായിട്ടും അവിടെയാണ് അതാണല്ലോ അതിന്റെ ഒരു അത് തീർച്ചയായും ഞാൻ ഇതിന് മുഖ്യധാര മാധ്യമങ്ങളും എനിക്ക് തോന്നുന്നു അല്ലാതെയുള്ള സമാന്തര മാധ്യമങ്ങളും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് തന്നെ ഇത് ഒന്ന് ലാഭം ഓറിയന്റഡ് ആയിരിക്കും, മറ്റേത് ലാഭം ഓറിയന്റഡ് അല്ലാതെയാണ് മിക്കവാറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതെ, പക്ഷെ പറയാൻ കഴിയുമോ അറിയില്ല, മുഴുവനായിട്ട് അങ്ങനെ പറയാൻ കഴിയില്ല. ലാഭത്തെക്കാട്ടും അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിലനിൽക്കുക നിലനിൽക്കാനുള്ള സാമ്പത്തികം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പം ലാഭം എന്നുള്ളത്, അപ്പം നമുക്ക് പ്രോഫിറ്റ് എന്നുള്ളത് ഇപ്പം നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ അത് ഇറ്റ്സ് എൻ അബ്സേർഡ് ഐഡിയ. നിങ്ങൾ എന്ത് പ്രോഫിറ്റ് എന്ന് നമുക്ക് വേറൊരു കൺസെപ്റ്റിൽ നിലനിൽക്കുന്ന എക്കണോമിക് സിസ്റ്റത്തിൻ്റെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് വേറൊരു വേൾഡ് വ്യൂ നമുക്കുള്ള സമയത്ത് നമുക്ക് പ്രോഫിറ്റിനെ തള്ളിക്കളയാം. പക്ഷെ ഇതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ സാമ്പത്തികം മീൻസ് അത് പക്ഷേ അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അവിടെയാണ് ഈ അംബികേച്ചി പറഞ്ഞ നെറ്റ്വർക്കിന്റെ പ്രാധാന്യം. അത് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്കിപ്പോഴും ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇപ്പൊ സമാന്തര മാധ്യമം എന്ന് പറയുമ്പോഴും നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് അതിൽ നിന്ന് പൊളിച്ചെഴുതാൻ എപ്പോഴും ബുദ്ധിമുട്ട്. അതിലൊരു പ്രധാനപ്പെട്ടാണ് ഇത് എൻ്റെതാണെന്ന് തോന്നിപ്പോകുന്നത്. ഇപ്പം നമ്മൾ പ്രസിദ്ധീകരിച്ച ലേഖനം അല്ലെങ്കിൽ ഒരു അതിനകത്ത് വെച്ചൊരു ഫോട്ടോഗ്രാഫ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്ത് സ്വാഭാവികം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മറ്റൊരാൾ അറിയിക്കുക അല്ലെങ്കിൽ അതിനുള്ള അനുമതി തേടുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ അത് സ്വാഭാവിക സൗഹൃദപരമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്ലേഷൻസ് ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് ചെയ്യാവുന്നൊരു കാര്യം ഒരുപക്ഷെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാതിരിക്കുമ്പോൾ അംബേദ്കർക്ക് എന്നെ വിളിച്ച് പറയാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു വലിയൊരു നെറ്റ്വർക്കിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുകയാണെങ്കിൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സമാന്തര പ്രസിദ്ധീകരണത്തിന്റെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇപ്പം പന്തിക്ക് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്യുന്ന വെക്കുക, മറ്റൊരു മാധ്യമം
സാമ്പത്തിക പരിമിതി നടത്തുമ്പോൾ എനിക്കൊരു പക്ഷെ അതിന് ചില ഏരിയകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പല രീതിയിൽ നമുക്ക് അത് ഈ മാധ്യമരംഗത്ത് മാത്രം വേണ്ട കാര്യമല്ല. പരസ്പര ആശ്രിതത്വം എന്ന് പറയുന്നത്, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ നടക്കുന്ന പല പ്രതിസന്ധികളുടെ ഒരു 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 സൊല്യൂഷൻ എന്ന രീതിയിൽ ലോകത്ത് നിന്ന് ഉയർന്നു വരുന്നത് കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന വാല്യൂ, അത് ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പല കാര്യങ്ങളും ഓവർകം ചെയ്യാൻ കഴിയും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഷെയറിങ് ഉണ്ടെങ്കിൽ, അത് പരിമിതികളാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ കൂടി, ഇപ്പൊ ഈ ഒരു സ്റ്റുഡിയോ സ്പേസ് നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റുഡിയോ സ്പേസ് നമുക്ക് ഒരു മാധ്യമത്തിന് 2 മണിക്കൂർ ഇവിടെ നിന്ന് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ വേറൊരു സ്റ്റുഡിയോ അവിടെ തുടങ്ങുന്നതിന് പകരം നമുക്ക് ഈ സ്പേസ് ഉപയോഗിക്കാം. അങ്ങനെ എന്തൊക്കെയാണ് സാധ്യതകളുള്ളത്, അത് ഓരോ രീതിയിലായിരിക്കാം. ആ ഒരു സഹകരണവും ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് സമാന്തര മാധ്യമങ്ങൾക്കിടയിൽ അത് കുറച്ചും കൂടി ആരോഗ്യകരമായി വളർന്നു വരണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ഇത്തരം ഈ രീതിയിലുള്ള ഒരു നിലവിലെ കാലത്തെ നേരിടാൻ കൂടി വേണ്ടി ഈ രീതിയിലുള്ള ഒരു സഹകരണങ്ങളും സമാന്തര മാധ്യമങ്ങൾ നല്ല നിലയ്ക്ക് പോവട്ടെ, മുന്നോട്ട് പോവട്ടെ. തീർച്ചയായിട്ടും പന്തി അതിൻ്റെതായിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്നതിന് കഴിയട്ടെ, നല്ല രീതിയിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.